പക്ഷേ എല്ലാവരും നരുട്ടോ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള അനിമയെ കണ്ടു കാണുമല്ലോ. ഈ അനിമ കാണാത്തയോ ഒരുപക്ഷെ കേൾക്കാത്തതായിട്ടുള്ള യാതൊരുവിധ അനിമ ലവേഴ്സും ഭൂലോകത്ത് തന്നെ ഉണ്ടാകത്തില്ല. ഈ അനിമയിലെ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് നരുട്ടോ ആണ്. പക്ഷേ ഈ അനിമയിലെ മെയിൻ ക്യാരക്ടർ സാറ്റ്സുക്കെ ആയാലോ. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ അനിമയുടെ രചയിതാവ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണത്തില്ല നരുട്ടോ എന്ന് പറയുന്ന അനിമയിൽ സാറ്റ്സുക്കെ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാകുമെന്ന്. പക്ഷേ ഈ നരുട്ടോയുടെ പ്രൊഡക്ഷൻ ഡിസ്കഷൻ്റെ സമയത്ത് ഈ അനിമ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെയധികം എക്സ്ട്രാ ഓർഡിനറിയും പവർഫുള്ളും ആയിട്ടുള്ള ഒരു റൈവൽ ക്യാരക്ടറിനെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സാറ്റ്സുക്കയുടെ ജന്മം എന്ന് പറയുന്നത്. പിന്നീട് ഈ ക്രൂ മെമ്പേഴ്സിന് സാറ്റ്സുക്കയെ വളരെയധികം ഇഷ്ടപ്പെടുകയും അവർ സാറ്റ്സുക്കയെ നരുട്ടോയുടെ മെയിൻ ക്യാരക്ടറായിട്ട് മാറ്റാൻ നരുട്ടോ ഒരു സെക്കൻഡറി ക്യാരക്ടറായിട്ട് മാറ്റുവാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത് അവർ ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. പ്രേക്ഷകർക്ക് വിചാരിക്കാൻ പറ്റുമോ നരുട്ടോയുടെ മെയിൻ പ്രോട്ടാഗോണിസ്റ്റ് നരുട്ടോ അല്ലാതെ വേറെ ആരെങ്കിലും ആവുന്ന ആ ഒരു സിനാരിയോ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല അല്ലേ. കൂടുതൽ അനിമേ വിശേഷങ്ങൾക്കായി മല്ലു അനിമേ ടോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.